കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ? എല്ലാവരും വരും കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ എന്നിട്ട് ഏത് രൂപത്തിലാണ് ഭഗവാൻ കളഭാലങ്കാരത്തിൽ നിൽക്കുന്നതെന്ന് അറിയില്ല. ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടേക്കൊന്ന് വന്ന് ആ ഗരുഡനൊക്കെ കാണാം. മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ നമുക്ക് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിക്കാൻ പറ്റും. അങ്ങനെ അതിനുശേഷം നമ്മൾ നേരെ അത്തിവര ഗണപതിയെ കാണാനായിട്ട് പോകാം. അത്തിവര ഗണപതിയെ കാണാനായിട്ട് വരുമ്പോൾ അവിടെ വന്നാൽ സുഖമായിട്ട് ദർശനമാണ്. 4 ഭാഗത്തും വേണമെങ്കിൽ കാണാം. അത്രയ്ക്കും സുഖമാണ്. കാരണം മേൽക്കൂരയൊന്നും ഇല്ലാത്ത കോവിലാണല്ലോ. അപ്പം അങ്ങനെ വിഘ്നേശ്വരനെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കൊടിമര കാണാം. അതേപോലെ അതിൻ്റെ മുന്നിലുള്ള വലിയ ബലിക്കല്ല്, അതിൻ്റെ മുകളിലേക്ക് നോക്കിയ ഗജരാജകേശവൻ്റെ 2 കൊമ്പുകൾ സ്വർണം കെട്ടിച്ചത്, അതിന് നടുക്കായിട്ട് ലക്ഷ്മി ദേവിയും കാണാം. എന്നിട്ട് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹ അവതാരം കാണിച്ചു കൊടുക്കുന്ന തൂണ് നോക്കിയിട്ട് പോകാം. അതിനുശേഷം നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇന്നിങ്ങനെ തിളങ്ങി നിൽക്കുക കേട്ടോ. ഭഗവാനാകെ ഇങ്ങനെ തിളങ്ങി നിൽക്കുക, പൊന്നിക്കണ്ണ്. അങ്ങനെ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കാലിങ്ങനെ പിണച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട് സ്വർണ്ണത്തിൻ്റെ. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. ആ കിങ്ങിണിയുടെ നൂലിങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നല്ല തടിച്ചിട്ടുള്ളൊരു ഉള്ളി കേട്ടോ, തടിച്ചു വരേണ്ട ഒരു ഉള്ളിക്കല്ല. അങ്ങനെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വഴം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, പിന്നെ നടുക്കായിട്ടൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ കൈവളകൾ അണിഞ്ഞിട്ടുണ്ട്, തോൾവളകളുണ്ട്. 2 കൈ കൊണ്ടും ആ പൊന്നോടക്കുഴലിങ്ങനെ വേണുഗാനം പൊഴിക്കുകയാണ്. പിന്നെ മുകളിലേക്ക് നോക്കിയാൽ ഒരു ചിരിയാണെന്നറിയാം, എല്ലാ പുഞ്ചിരിയും അങ്ങനെ പുഞ്ചിരിച്ചും കൊണ്ട് നിൽക്കുക. നല്ല തടിച്ചുരുണ്ട്. അധികം വയസ്സൊന്നുമില്ല, 1-1.5 വയസ്സൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന ആ ഒരു ആടിക്കുണിങ്ങനെ നിൽക്കുന്ന പൊന്നിനെയാണ് കാണാൻ. പിന്നെ തിരുമുടി പീലി കളവം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. കിരീടം മാതിരി ഉണ്ടാക്കിയിട്ടുണ്ട് കളവം കൊണ്ട്. തിരുമുടി മാലകൾ 2-3 ഉണ്ട്. അതെന്താ വെച്ചാൽ തെച്ചിയും തുളസിയായിട്ടുള്ളതും വെളുത്തുമ്പളും തുളസിയും തെച്ചിയായിട്ടുള്ളതും. അതേപോലെ ഉണ്ടമാലകളുണ്ട്. ഉണ്ടമാലകൾ എങ്ങനെയാ വെച്ചാൽ വെളുത്തല്ലേ, അതേപോലെ തന്നെ കേട്ടോ. അതേപോലെ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കളൊന്ന് 2 തരത്തിൽ വെച്ചിട്ടുണ്ട്. ഒന്നിൻ്റെ മേലെ ഒന്നും കൂടി വെച്ച മാതിരി ഗോപീതിലകങ്ങൾ വെച്ചിട്ട് അത് നല്ല രസമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് തൊഴുകയാണ്. സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്നിങ്ങനെ വിചാരിക്കുക. എന്നിട്ട് ആ പൊന്നുണ്ണിക്കണ്ണനെ കാണുകയാണെന്നിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. അപ്പോൾ നമുക്ക് സുഖമായിട്ടുള്ള ആ ഒരു ദർശനം, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ അവിടെ പറയുക. ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് പറയുക. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നെ കിടപ്പള്ളി നോക്കി തൊഴാം. അതേപോലെ നാലിലക്കണ്ണനെയും കണ്ട് സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഗണേശൻ്റെ അടുത്തേക്ക് വരികയാണ്. ഗണേശൻ്റെ അടുത്ത് വന്ന സുഖമായിട്ട് ദർശനം. അങ്ങനെ നോക്കുമ്പോൾ നിറയെ മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ. നല്ല പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്, പൊന്നിൻ്റെ മാലകൾ ചാർത്തിയിട്ടുണ്ട്, നല്ലൊരു പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ നിറയെ പൂക്കളാണ്. അപ്പോൾ ആ പൂക്കളൊക്കെയാണ് കാണാനുള്ളത്. അപ്പോൾ അതിലൊക്കെ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഗണേശനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതീനെ കാണാം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സതേ ഭവതു മേ സദാ. അങ്ങനെ അവിടെ തൊഴുത് പിന്നെ വരുമ്പോൾ ചെറിയ ഗണേശനെ കണ്ടുപിടിച്ച് കലോടം മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. ആ വരാഹത്തിൻ്റെ ഒരു സൈഡിലേക്ക് നോക്കിയാൽ കുറൂരമ്മയും അതിനൊക്കെ അങ്ങനെ നോക്കി കാണാം കേട്ടോ. പിന്നെ മേൽശാന്തി അവിടുന്ന് അർച്ചനപ്രസാദമൊക്കെ വാങ്ങിയിട്ട് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും അതേപോലെ
ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാനായിട്ട് പോരാം. അങ്ങനെ തൊഴുമ്പോൾ ആ കാൽപാദത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തൊഴുക. അവിടെയും ധാരാളം മാലകളുണ്ട്, തുളസി മാലകളുണ്ട്, വെളുത്ത പൂവുണ്ട്, അതേപോലെ വെള്ള താമരയിട്ടോ താമരമാലകൾ കാണാറുണ്ട്. അവിടെ ഒന്ന് പ്രാർത്ഥിക്കുക. പിന്നെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരം കഴിയുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ നരസിംഹാവതാരമൂർത്തിയെ കാണാം. അതേപോലെ നേരെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആ ഭീഷ്മരെ കാണാം. അതായത് ശരശയ്യയിൽ കടന്നുകൊണ്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന ആ ഭീഷ്മരെ അതിങ്ങനെ കാണാം. അത് കഴിഞ്ഞ് നമ്മളവിടുന്ന് ഇങ്ങനെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. കണ്ടിട്ട് അങ്ങനെ വഴികളൊക്കെ കണ്ട് ഹനുമാൻസാഗിലെത്തി വരുമ്പോൾ നിറയെ പൂക്കളുണ്ട് കേട്ടോ. ഒന്ന് ഇഷ്ടംപോലെ വെറ്റിലമാലയുണ്ട്, വിഗീതമാലുണ്ട്, ധാരാളം കുങ്കുമമുണ്ട്. അപ്പോൾ എല്ലാവരും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരൂപമ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ രാധാകൃഷ്ണനെയും കാളിയ മർദ്ദന രൂപവും വെള്ളക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ കോവിലിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. തൊട്ടടുത്ത് തന്നെയുള്ള താമരക്കണ്ണനെ കൽപ്പവൃക്ഷത്തിന് ചുരുളിയിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ അതിനപ്പുറത്തുള്ള നൃത്താറയും അതേപോലെ മണിക്കിണറൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ കിടക്കണതിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറൂരമ്മ, നാരദർ, അതേപോലെ മേൽപ്പത്തൂർ, വസുദേവരൊക്കെ കണ്ട് തൊഴുത് അടയ്ക്ക നടയിൽ കൂടെ പുറത്തേക്ക് വരാം. പുറത്തേക്ക് വന്ന് നമ്മൾ പ്രസാദക്കൊണ്ടിട്ട് അവിടുന്ന് ചന്ദനം തീർത്തൊക്കെ വാങ്ങാം. പിന്നീട് ഇടത്തരികത്ത് രാവിലെ ഭഗവതി കാണാനായിട്ട് പോകാം. ഭഗവതിയുടെ അവിടെ എത്തുമ്പോൾ എന്താ വെച്ചാൽ നല്ല രസമായിട്ടുള്ള ഒരു അലങ്കാരമാണ്. നിറയെ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് വലിയ ചുവന്ന പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട്. കണ്ണൊക്കെ നന്നായിട്ട് നല്ല വലിയ കണ്ണായിട്ട് എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. ധാരാളം പൂക്കളുണ്ട്, അർച്ചനപ്പൂക്കൾ. കാതിൽ കടുക്കനുണ്ട്, കമ്മൽ. അതേപോലെ തന്നെ വലിയ കാശുമാല പോലത്തെ അതുണ്ട്, നെക്ലസ് മാല ഉണ്ട്, പച്ച നെക്ലസ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള കാഴ്ച ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ അമ്മയെ പ്രാർത്ഥിച്ചു. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറേ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് മമ്മിയൂർക്ക് പോയി എന്നുള്ള സങ്കല്പത്തിൽ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യാം. അപ്പോൾ അവിടെ പോയി ദർശനം ഒരു അനുഭവമാണ്. അതിനുശേഷം നമ്മളിങ്ങനെ വന്ന് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് വീണ്ടും നമുക്ക് ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ പൊന്നുണ്ണിയെ വടക്കോയിൽ വിളിക്കുന്ന പൊന്നുണ്ണിയെ കണ്ട് തൊഴുത് നമസ്കരിക്കാറ്. കൂത്തമ്പലത്തിൻ്റെ അവിടെ വരാം, അവിടെ ഒന്ന് നമസ്കരിക്കുക. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്നിപ്പോൾ മുഖത്തൊന്നും അങ്ങനെ ചാർത്തായിട്ടില്ല. ഒരു കിരീടം വെച്ചിട്ടുണ്ട്, അതേമാതിരി ഒരു പാവുണ്ട്, പാവനുണ്ട്. അത്രയേ ഉള്ളൂ. ധാരാളം പൂക്കളുണ്ട്. അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക. സർവഭൂതദയാദര രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. ഇനിയിപ്പോൾ നവംബർ 1 മുതൽ ഏകാദശി വിളക്ക് ആരംഭിക്കുകയായി. ഡിസംബർ 1-നാണ് ഏകാദശി കേട്ടോ. ഏറ്റവും പ്രധാനമായ ഏകാദശി ഡിസംബർ 1-നാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിലുള്ള വേണുഗോപാലിനെ കാണാം. പിന്നെ അങ്ങനെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വരിക. പുറത്ത് വന്നതിന് ശേഷം നേരെ നമ്മൾ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവുക. ഒന്ന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ കാളിയമർദ്ദനെ കാണാം. പിന്നീട് നാരായണാലയത്തിൽ വന്നിട്ട് കുന്താനന്ദരിയെ വീഴ്ചിരുന്ന ആ കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ തിരിച്ചിങ്ങനെ വരുമ്പോൾ ഭഗവതിയുടെ അവിടെ ഒന്നുകൂടി നിന്ന് തൊഴുതാം. അതേപോലെ
കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കിത്തോഴാം. പിന്നീട് തെക്ക് ഭാഗത്തേക്ക് വന്ന് തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീ ദേവീനെയും മനസ്സിലിങ്ങനെ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കിട്ടും. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളവാലങ്കാരമൊക്കെ കണ്ടു തൊഴുത്തു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. അതുപോലെ നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും അസുഖമൊന്നുമില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അംബിക പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അനന്തു, രേവതി, ഹീര, കാർത്തിക അവർക്കും ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ശ്യാമള മകൻ അവരുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. അവരുടെ മക്കൾ നോക്കണില്ല, അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയാണ്. അതുപോലെ മറ്റൊരാളുടെ കടം വീടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാവർക്കും അവരവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക.